നമസ്കാരം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ സംഘത്തിലുണ്ടായിരുന്ന തൊഴിലാളികളെ പുഷ്പവൃഷ്ടി നടത്തി ആദരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓരോ തൊഴിലാളികളുടെയും സമീപത്തേക്ക് ചെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പവൃഷ്ടി നടത്തിയത്. അതേസമയം ലോകാത്ഭുതങ്ങളിലൊന്നായ സ്നേഹത്തിന്റെ പ്രതീകമെന്നറിയപ്പെടുന്ന താജ്മഹലിന്റെ ശില്പിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. താജ്മഹൽ പണിത ശില്പിയുടെ കൈ മുഗൾ രാജാവായ ഷാജഹാൻ വെട്ടിമാറ്റുകയായിരുന്നു അന്ന് ചെയ്തത്. ഇനി ഇത്തരത്തിലൊരു സൃഷ്ടി നിർമ്മിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഷാജഹാൻ എന്നത് ചെയ്തത്. എന്നാൽ ഈ ചരിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ നിന്നും ഏറെ വ്യത്യസ്തനാവുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇവിടെ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ തൊഴിലാളികളുടെ കൈവെട്ടുകയല്ല, മറിച്ച് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായ ചുവന്ന പൂക്കളിന്റെ ദളങ്ങൾ കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ തൊഴിലാളികളോടും ആദരവ് പ്രകടിപ്പിച്ചത്. ഇതിൽ നിന്നും ഒരു രാജ്യത്തിന്റെ പ്രധാന സേവകൻ എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിലാക്കാം. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി എന്നതിലുപരി ഒരു സാധാരണ മനുഷ്യനായാണ് അദ്ദേഹം തൊഴിലാളികൾക്കൊപ്പം ചെലവഴിച്ചതും. അതേസമയം അയോധ്യ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതിലൂടെ ഭാരതത്തിലെ ജനങ്ങളുടെ വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഫലമാക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.